ഹായ് എസ്.എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം, നിലവിൽ പ്രണയിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ദമ്പതികളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും കാണുന്നില്ല. സോ ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ആവശ്യമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് മറ്റു കുറച്ച് സയൻസ് കൂടിയുണ്ട്. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സൂചനകൾ അല്ലെങ്കിൽ സൈനുകൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് മീനിങ് ഫുൾ കണക്ഷന്റെ അഭാവം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിടയിൽ സ്ട്രോങ് ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല. രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ അത്രയും തന്നെ സ്ട്രോങ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം എന്നുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മീനിങ് ഫുൾ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ റിലേഷൻഷിപ്പ് വൺ സൈഡഡ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രമുള്ളത് കൊണ്ട് നിങ്ങൾ ഉറപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിലത്തെ കാര്യമാണ് പറയുന്നത്, മുന്നേ അങ്ങനെ ആയിരുന്നില്ലായിരിക്കാം. അതായത് അവരും നിങ്ങളുമായിട്ടും യാതൊരു രീതിയിലുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, രണ്ടുപേരും ഒരേ രീതിയിലായിരിക്കും സംസാരിക്കാനും എല്ലാത്തിനും മുൻകൈ എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും എല്ലാ രീതിയിലും മുൻകൈ എടുക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതായത് അവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് പറയേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാതിരുന്നാലും അവർ പ്രത്യേകിച്ച് പരാതികളും പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമെന്നും പറയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ആവശ്യമാണ് അവരോട് ചെന്ന് സംസാരിക്കേണ്ടത്, ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളായിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവുക. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഒരു മുൻകൈ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു സൂചനയാണ് നിങ്ങളുടേത് ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതിന്റെ. ഇനി മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒറ്റയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആവുന്ന സമയത്ത്, ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളിലും നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ യഥാർത്ഥ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കും. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടിലും ഏതാണ് നല്ലത്, ബെറ്റർ ഒപ്പീനിയൻ ഏതാണെന്ന് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാണ് ചെയ്യാറ്. അങ്ങനെയാണ് മിക്ക റിലേഷൻഷിപ്പിലും പതിവ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയാം, ഇപ്പൊ നിന്റെ ലൈഫിൽ നീ എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുത്തോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഏത് കാര്യത്തിനായാലും നീ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുക, എനിക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്നെ അതിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക റിലേഷൻഷിപ്പ് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും ആ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. സോ രണ്ടുപേരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ പോലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുക്കാതെ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ഒരു സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് സോറി പറയേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിന് അത്ര വാല്യൂ കൊടുക്കാത്ത ഒരാളാണ്, റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ഇത് വേണമെന്ന് നിർബന്ധമില്ല എന്ന് തോന്നുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളോട് വന്ന് സോറി പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന് അവർ തയ്യാറാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിങ്ങളായിരിക്കും എപ്പോഴും അവരോട് ചെന്ന് സോറി പറയുന്നുണ്ടാവുക. നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല ത്യാഗങ്ങളും സഹിക്കേണ്ടതായിട്ട് വന്നിരിക്കാം. ആ പേഴ്സൺ ചിലപ്പോൾ യാതൊരുവിധ സാക്രിഫൈസും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയുണ്ടാവില്ല. ബിക്കോസ് അവർക്ക് റിലേഷൻഷിപ്പ് വേണമെന്ന് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കും ഒന്നും തന്നെ അവർ യാതൊരു ഇമ്പോർട്ടൻസും തരാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സോറി പറയേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പിന്റെ സൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ,
അവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് നിങ്ങൾക്ക് തീരെ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അതിന് യാതൊരു വാല്യൂവും അവർ തരുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് നിങ്ങൾക്കറിയാം, പക്ഷേ അതിനെല്ലാം തന്നെ ഒരു ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നീ ഇത് ചെയ്യരുത് എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം നമ്മളോട് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമ്മളോട് പെരുമാറാനായിട്ടാണ് ശ്രമിക്കുക. സോ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പേഴ്സൺ നിങ്ങൾക്ക് അത്രമാത്രം വില തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് താല്പര്യമില്ല, ഇഷ്ടം കുറവാണ് എന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആണ് എപ്പോഴും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും ആ റിലേഷൻഷിപ്പിലുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം. ഇവിടെ കാണുന്നത് ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പിന്റെ സൈനുകളാണ് എന്നുള്ളതിന്റെ. അപ്പോൾ ഇത്രയും സൈനുകൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് തന്നെയാണ്. അതായത് നിങ്ങൾ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇനി ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ തന്നെ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ആ വ്യക്തിയോട് പറയാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ വേണം, ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഇതൊന്ന് ഓക്കെ ആയിട്ട് വരണം എന്നൊക്കെ ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മുകളിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്